ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ കാലുകുത്തിയപ്പോൾ എതിരാളികൾ പറഞ്ഞു റോയൽ എൻഫീൽഡിന്റെ കഥ കഴിഞ്ഞുവെന്ന്. പിന്നെ മഹേന്ദ്ര മോജോ എത്തി. ബുള്ളറ്റുകളുടെ വിപണി മോഹിച്ചാണ് റെനഗേഡും കമാൻഡോയും വിൽപ്പനയ്ക്ക് വന്നത്. ബുള്ളറ്റുകളുടെ അപ്രമാദിത്യം തകർക്കാൻ ഹൈപ്പർ റൈഡിങ്ങിന്റെ സവിശേഷതകൾ ഉയർത്തിക്കാട്ടി ഡോമിനോറിനെ ബജാജ് അവതരിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? റോയൽ എൻഫീൽഡിന്റെ 7 അയലത്ത് വരാൻ ഇവരെ കൊണ്ട് ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ജാവയ്ക്കും ഇതേ ഗതിയായിരിക്കുമെന്ന് ബുള്ളറ്റ് ആരാധകർ വീറോടെ പറയുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ബുള്ളറ്റിന്റെ ജനസിൽപ്പെടുന്ന എതിരാളി ഇടത്തരം റെട്രോ ക്ലാസിക് ശ്രേണിയിലേക്ക് കടന്നു വരുന്നത്. ഒത്ത തടി, ഒത്ത വണ്ണം, വിലയിലും തുല്യർ. റോയൽ എൻഫീൽഡ് 350 മോഡലുകൾക്ക് ഗൗരവമായ ഭീഷണി മുഴക്കാൻ ജാവ ബൈക്കുകൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിപണിയിൽ ആദ്യം വിൽപ്പനയ്ക്ക് വരുന്ന ജാവ 42 മോഡലുകൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുമായി നേരിട്ട് കൊമ്പുകോർക്കും. ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന ആശയക്കുഴപ്പം ഉപഭോക്താക്കൾക്കിടയിലുണ്ട്. സവിശേഷതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ജാവ ബൈക്ക് തന്നെയാണ് മത്സരത്തിൽ നേരിയ മുൻതൂക്കം. ബുള്ളറ്റിനേക്കാൾ മികച്ചത് ജാവയെന്ന് പറയാനുള്ള 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലിക്വിഡ് കൂളിംഗ് സംവിധാനം. ക്ലാസിക് 350 മോഡലുകൾക്ക് എയർ കൂളിംഗ് ശേഷിയുള്ള എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. എന്നാൽ ജാവ ബൈക്കുകളിൽ തുടിക്കുന്നതാകട്ടെ ലിക്വിഡ് കൂളിംഗ് ശേഷിയുള്ള എഞ്ചിനും. ചെറിയ ഉപയോഗങ്ങൾക്ക് എയർ കൂൾഡ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനും വലിയ വ്യത്യാസം കുറിക്കില്ല. പക്ഷേ ദീർഘദൂര യാത്രകളിൽ ലിക്വിഡ് കൂളിംഗ് സംവിധാനം എഞ്ചിന്റെ താപം പെട്ടെന്ന് കുറയ്ക്കും. ഇക്കാരണത്താൽ നീണ്ട യാത്രകളിൽ ജാവ ബൈക്കുകളായിരിക്കും കൂടുതൽ എഞ്ചിൻ മികവ് പ്രകടമാക്കുക. കരുത്ത് കൂടുതൽ. 346 cc എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുടെ ഹൃദയം. എഞ്ചിൻ 19.8 bhp കരുത്തും 28 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ജാവയുടെ കാര്യമെടുത്താൽ ബൈക്കുകൾക്ക് ശേഷി ഒരല്പം കുറവാണ്. 293 cc എഞ്ചിനാണ് ജാവ 42 മോഡലുകളിൽ. പക്ഷേ കരുത്തുൽപാദനം വിലയിരുത്തിയാൽ ജാവ ബൈക്കുകൾ ബുള്ളറ്റുകളെ കടത്തിവെട്ടും. ഭാരത് സ്റ്റേജ് 6 നിർദ്ദേശങ്ങൾ പാലിക്കുന്ന എഞ്ചിൻ 27 bhp കരുത്തും 28 Nm ടോർക്കും പരമാവധി ഉൽപ്പാദിപ്പിക്കും. കൂടുതൽ കരുത്തും ഉയർന്ന ആക്സിലറേഷനും ഉറപ്പുവരുത്തും. ഇക്കാരണത്താൽ റോഡിൽ ബുള്ളറ്റിനേക്കാൾ വേഗതയും ചടുലതയും ജാവയ്ക്കായിരിക്കും കൂടുതൽ. ടോർക്കിന്റെ കാര്യത്തിൽ ജാവയും ബുള്ളറ്റും തുല്യരാണ്. കുറഞ്ഞ ഭാരം. ക്ലാസിക് 350ക്ക് 192 കിലോഗ്രാമാണ് ഭാരം. ജാവയ്ക്ക് 170 കിലോയും. ബുള്ളറ്റുമായുള്ള താരതമ്യത്തിൽ കുറഞ്ഞ ഭാരവും കൂടുതൽ കരുത്തും ജാവയ്ക്ക് പ്രകടനം മികച്ചതാക്കും. നൂതന ഇന്ധന സംവിധാനം. സ്റ്റാൻഡേർഡ് കാർബറേറ്റഡ് ആധാരമുള്ള ഇന്ധന വിതരണ ശൈലിയാണ് ബുള്ളറ്റുകളിൽ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജാവയിൽ നൂതനമായ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനം കമ്പനി ഉപയോഗിക്കുന്നു. എഞ്ചിൻ മികവ് വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായി മാറും. ഭേദപ്പെട്ട ത്രോട്ടിൽ പ്രതികരണവും ആക്സിലറേഷൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനവും ഉറപ്പുവരുത്തുന്നു. 6 സ്പീഡ് ഗിയർ ബോക്സ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യിൽ 5 ഗിയർ ബോക്സ് മാത്രമാണുള്ളത്. ജാവ ബൈക്കുകളിലാവട്ടെ ഗിയർ ബോക്സ് 6 സ്പീഡും. ദീർഘദൂര യാത്രകൾക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൂടുതൽ അനുയോജ്യമാകുക. 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ക്ലാസിക് 350 മോഡലുകളിൽ 80-90 കിലോമീറ്റർ വേഗത്തിനപ്പുറം യാത്ര ദുസ്സഹമായി മാറും. എന്നാൽ ജാവയിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. ആധുനിക എഞ്ചിനുമായി താളം കണ്ടെത്തുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് 100 കിലോമീറ്ററിന് മുകളിൽ ഒഴുക്കോടെ കുതിക്കാൻ ബൈക്കിന് പിന്തുണ നൽകും. ഉയർന്ന വേഗത്തിലും എഞ്ചിൻ കാര്യക്ഷമമായി നിലകൊള്ളാൻ 6ാം ഗിയർ സഹായിക്കും. ബ്രേക്കിംഗിന്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ് ജാവ ബുള്ളറ്റിനേക്കാൾ മുമ്പിൽ. ബുള്ളറ്റിൽ ഇരട്ട ചാനൽ ABS ഒരുക്കുമ്പോൾ ജാവ ഒറ്റ ചാനൽ ABS സംവിധാനം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ കുറഞ്ഞ ഭാരം ജാവയുടെ നിയന്ത്രണ മികവ് കൂട്ടും. കമ്പനി കാഴ്ചവെച്ച 3ാമത്തെ മോഡൽ പെറാക്കിൽ ഇരട്ട ചാനൽ ABS ഇടം പിടിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ.